ഞാൻ ഡയറക്റ്റ് വായിച്ച വാക്യത്തിലേക്ക് വരാൻ പോവുകയാണ്. ഇത്രയും പറഞ്ഞത് യോഹന്നാന്റെ എഴുത്തിന്റെ ഉദ്ദേശം നിങ്ങളുടെ പരമാർത്ഥ മനസ്സിനകത്ത് ഒന്ന് കയറാൻ വേണ്ടിയാണ്. ഇവിടെ പറയുന്നു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു. അവിടെ ആ കുഞ്ഞുങ്ങളെ എന്നുള്ള ആ ഒരു വിളി അത് വളരെ ഹൃദ്യമാണ്. അത് ബന്ധത്തെ വെളിപ്പെടുത്തുന്നത്, അത് ആ കെയറിനെ, ആ പരിഗണനയെ വെളിപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് ഈ അപ്പോസ്തലന്മാർ പൊതുവെ വിശ്വാസ സമൂഹത്തെ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാല് അത് ബന്ധമാണ്. പൗലോസ് പറയുന്നുണ്ട്, ഗുരുക്കന്മാർ നിങ്ങൾക്ക് ഏറെ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെ ഇല്ല, ഞാനല്ലോ സുവിശേഷത്തങ്ങളെ ജനിപ്പിച്ചത്. ആ ആശയത്തില് അപ്പോസ്തലന്മാര് ഈ വിശ്വാസ സമൂഹത്തെ കുഞ്ഞുങ്ങളെ എന്ന് പല സന്ദർഭത്തിലും വിളിക്കുന്നത്. ഒത്തിരി വാക്യങ്ങൾ ആ വിധത്തിൽ പറയാനുണ്ട്. 1 തെസ്സലോനിക്ക ലേഖനം 2-ാമത്തെ വാക്യം, 1 കൊരിന്ത്യർ ലേഖനം 4-ാമത്തെ വാക്യം, 2 കൊരിന്ത്യർ ലേഖനം 12-ാമത്തെ വാക്യം, 1 കൊരിന്ത്യർ ലേഖനം 4-ാമത്തെ വാക്യം, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി 3 യോഹന്നാന്റെ ലേഖനം 4-ാമത്തെ വാക്യം. അവിടെ യോഹന്നാൻ പറയുന്നുണ്ട്, എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. ആ ആശയത്തിലാണ് യോഹന്നാൻ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുന്നത്. അവിടെ ഒരിക്കൽ കൂടെ ഞാൻ പറയാം, അത് ബന്ധമാണ്, അല്ലാതെ ശിശുത്വമല്ല അവിടുത്തെ വിഷയം. ഒരപ്പൻ മക്കളോട് എന്നതുപോലെ സംസാരിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. എല്ലാവരോടൊന്ന് പറഞ്ഞ്, നമ്മൾ എവിടെ നിന്നുള്ളവരാണ്? അതാണ് പ്രധാനപ്പെട്ട ചിന്ത. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു. ഈ ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് പറയുന്ന ആ ഒരു വാക്കിന് ഒരുപാട് അർത്ഥവ്യാപ്തികളുണ്ട് കേട്ടോ. എല്ലാരും കൂടെ ഒന്ന് പറഞ്ഞ്, നമ്മൾ എവിടെ നിന്നുള്ളവരാ? ഏതെങ്കിലും ഒരു കുടുംബത്തിൽ നിന്നുള്ളവർ എന്നല്ല, ഒരു റിലീജിയന്റെ ഭാഗം എന്നല്ല, ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗം എന്നല്ല. ഇതിനെല്ലാറ്റിനും വളരെ മീതെയുള്ള നമ്മുടെ അതുല്യമായ, ഉന്നതമായ, ശ്രേഷ്ഠമായ, മറ്റൊന്നിനും പകരം വെക്കാൻ കഴിയാത്ത നമ്മുടെ പേരുകളിൽ ഒന്നാണ് കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഉള്ളവരാകുന്നു. ഒരു 11-ൽ പരം വ്യാഖ്യാനങ്ങൾ ആ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു എന്ന ആ ഒരൊറ്റ കാര്യത്തിന് പറയാനായിട്ടുണ്ട്. എല്ലാം പറഞ്ഞു നിൽക്കാൻ ഇന്ന് രാത്രി സമയമുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് പ്രധാനമായും ഒറ്റ കാര്യം ഒന്ന് പ്രധാനമായി സൂചിപ്പിച്ച് തുടർമാനമായി 1-2 കാര്യങ്ങൾ അതിനോടൊന്ന് കണക്ട് ചെയ്ത് മറ്റു ചില ചിന്തകളിലേക്ക് വരുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ് എന്നുള്ളതാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരാത്മീക ഉത്ഭവമുണ്ടെന്ന്. ആമേൻ. നമ്മൾ എവിടെ നിന്നുള്ളവരാ? ഉച്ചത്തിൽ പറഞ്ഞു, ദൈവത്തിൽ നിന്നുള്ളവർ. പ്രഥമാർത്ഥത്തിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാകുന്നു. സ്തോത്രം. ആ ബോധ്യമുള്ള എത്ര പേരുണ്ട്? നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാകുന്നു. നിങ്ങൾക്ക് ആ പദം ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി യോഹന്നാന്റെ ലേഖനത്തിൽ ഈ ദൈവത്തിൽ നിന്ന് ജനിച്ചു എന്ന് പറയുന്ന കുറെ വാക്യങ്ങൾ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാൻ പോവുകയാണ്. നോട്ട് എഴുതുന്നവർ പെട്ടെന്ന് എഴുതണം, അല്ലാത്തവരൊന്ന് ശ്രദ്ധിച്ചിരുന്നോണം. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അവൻ നീതിമാനെന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു എങ്കിൽ നീതി ചെയ്യുന്നവൻ ഒക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ഈ സിസ്റ്റത്തിന്റെ സഹോദരങ്ങള്, ഈ പോഡിയത്തിലേക്ക് ഇതൊന്ന് ഫോക്കസ് ചെയ്യാമോ? ഈ മോണിറ്റർ പോഡിയത്തിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്തായിട്ട് ചൂട് നീക്കിച്ചു. ഇത് രണ്ടും വേണേ. ഓക്കെ. അപ്പൊ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. അവിടെ പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഒരൊറ്റപ്പെട്ട പ്രയോഗമല്ല, പടർന്നു കിടക്കുന്ന പ്രയോഗമാണ്. നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ഇനി 3-ാം അധ്യായം 9-ാമത്തെ വാക്യം നോക്കിയേ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇനി 4-ാം അധ്യായം 7-ാമത്തെ വാക്യം നോക്കിയേ, അവിടെയും കാണുന്നുണ്ട് ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ഇനിയും 5-ാം അധ്യായം 1-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ഇനി 5-ാം അധ്യായം 4-ാമത്തെ വാക്യം നോക്കിയേ, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും
5-ാം-18 വാക്യം നോക്കിയേ. ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവൻ ആരും എന്ന് പറഞ്ഞ് നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ ദൈവത്തിൽ നിന്ന് ജനിച്ചു എന്ന് പറയുമ്പോ ഇതൊരു ഒറ്റപ്പെട്ട പ്രയോഗമല്ല. യോഹന്നാന്റെ ലേഖനത്തിൽ പടർന്നു കിടക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. അവിടെ ഈ ദൈവത്തിൽ നിന്ന് ജനിച്ചു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ചിലർക്ക് അത് ഒരു കൺഫ്യൂഷനായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ എൻ്റെ അപ്പനിൽ നിന്ന് അമ്മയിൽ നിന്നല്ല ജനിച്ചത്. അതെ എൻ്റെ പ്രിയരെ, 2 ടൈപ്പ് ജനനത്തെയാണ് ബൈബിൾ പറയുന്നത്. അത് 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തില്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്നവിടെ പറയുന്നുണ്ട്. അപ്പൊ 2 ടൈപ്പ് ജനനമുണ്ട്. ഒന്ന്, കെടുന്ന ബീജത്താലുള്ള ജനനം. 2, കെടാത്ത ബീജത്താലുള്ള ജനനം. എന്താ ഈ കെടുന്ന ബീജം എന്ന് പറയുന്നത്? വാസ്തവത്തിൽ ആ കെടുന്ന ബീജം എന്ന് പറയുമ്പോൾ ആ കെടുന്ന എന്നുള്ളതിന് ബൈബിളിന്റെ മൂലഭാഷയായി ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റാർട്ടോസ് എന്നാണ്. ഈ സ്റ്റാർട്ടോസ് എന്ന് പറയുമ്പോൾ കറപ്റ്റബിൾ എന്നാണ്. കറപ്റ്റബിൾ എന്ന് പറയുമ്പോൾ ക്ഷയമുള്ള എന്നാണ്. അതായത് ഹ്യൂമൻ ബർത്തിനെയാണ് അവിടെ പറയുന്നത്. അതായത് പ്രകൃതിയിലുള്ള ജനനത്തെയാണ് അവിടെ പറയുന്നത്. ഈ ജനനം കെടുന്ന ബീജത്താലാണ് എന്ന് പറഞ്ഞാൽ ഇതിന് നാശമുണ്ട്, ഇതിന് ക്ഷയമുണ്ട്. ആ ക്ഷയം എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 53-ാമത്തെ വാക്യം നോക്കിയാൽ മതി. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും കണ്ടോ. അപ്പൊ കെടുന്ന എന്ന് പറയുമ്പോ ദ്രവത്വമുള്ള എന്ന ആശയമാണ് ഉണ്ടാകുന്നത്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സുമുഖന്മാരും സുമുഖിമാരുമായിട്ടൊക്കെ ഇരിക്കുന്നുവെങ്കിലും എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒന്ന് മരിക്കണം. കണ്ടിട്ടില്ലേ പെട്ടിയുടെ ഇടത്തും വലത്തും നിന്ന് സ്പ്രേ അടിക്കുന്നത്? ഇടയ്ക്കിടയ്ക്ക് ഗുമാന്ന് മണമടിക്കും. ഇത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ സ്പ്രേ എല്ലാം കൂടെ അടിക്കി വെക്കുന്നത്. മരിച്ചാൽ തീർന്നെന്ന്, മരിച്ചാൽ തീർന്നു. കെടുന്നതാണിത്. മരണം തൊട്ട് പ്രശ്നമായി ശരീരത്തിന്. അടുത്ത നിശ്ചിത സമയത്തിനകത്ത് ഇത് കല്ലറയിൽ വെച്ചാൽ പിന്നെ അത് ദ്രവത്വത്തിലേക്ക് പോകുക. അവിടെ കെടുന്നു എന്ന് പറയുന്നത് വാസ്തവത്തിൽ അതിനൊരു രീതിയുണ്ട്. ഒരു 3 ദിവസം കൊണ്ട് ഇന്റേണൽ ഓർഗൻസ് എല്ലാം മെൽറ്റാകും. 4-ാം ദിവസം അത് പുറത്തേക്ക് വരാൻ തുടങ്ങും. ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചാൽ ഈ കെടുന്നു എന്ന് പറയുന്നതിന് ഒരു രീതിയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, മനുഷ്യ ജനനത്തിന് കല്ലറയിൽ ഒരവസാനമുണ്ട്. അത് ദ്രവിച്ചു പോകുന്നതാണ്. ഒരിക്കൽ എനിക്കും നിങ്ങൾക്കും ഇങ്ങനൊരു ജനനം കിട്ടി. ഈ ജനനം കല്ലറയ്ക്കകത്ത് തീരും. അതാണ് 1-ാമത്തെ ജനനം, കെടുന്ന ബീജം. 2-ാമത്തത് കെടാത്ത ബീജം. കെടാത്ത ബീജം എന്ന് പറയുമ്പോൾ അഫ്താർട്ടോസ് എന്നാണ് പറയുന്നത്. അഫ്താർട്ടോസ് എന്ന് പറയുമ്പോൾ ഇൻകറപ്റ്റബിൾ. ഒന്നുകൂടെ പറഞ്ഞാൽ ക്ഷയമില്ലാത്ത. അതെന്താ പാസ്റ്ററെ? ക്ഷയമില്ലാത്തത്, നഷ്ടപ്പെട്ടു പോകാത്തത്, നശിച്ചു പോകാത്തത്. അത് വചനം, അത് വചനം. അപ്പൊ ഒരിക്കൽ അപ്പനിൽ നിന്ന് കിട്ടിയ ഒരു ജനനം അത് കല്ലറയ്ക്കകത്ത് തീരും, ഈ ശരീരം. അപ്പോൾ തന്നെ നമുക്ക് കിട്ടിയ 2-ാമതൊരു ജനനം അത് നിലനിൽക്കുന്നതാണ്. ആ ജനനം ഈ ശരീരത്തിലല്ല സംഭവിച്ചിരിക്കുന്നത്. ആ ജനനം നമ്മുടെ ആത്മതലത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ മരണത്തെ നിങ്ങളൊന്ന് നിർവചിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. വാസ്തവത്തിൽ എന്താണ് ഈ മരണം എന്ന് പറയുന്നത്? മരണം എന്ന് പറയുന്നത് നമ്മളിലെ ആത്മാവ് ശരീരം വിട്ട് പുറത്തു പോകുന്നതാണ്. നമ്മൾ അങ്ങനെ പാടുന്ന ഒരു പാട്ടുണ്ട്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പാടുന്നില്ല, പറയാം.
ദേഹമെന്നൊരാ വസ്ത്രം ഊരി ഞാൻ 6 അടി മണ്ണിൽ ആഴ്ത്തവേ. നമ്മുടെ ആത്മാവിന്റെ, എനിക്ക് ഇച്ചിരി മുന്നിട്ട് വരോ, നമ്മുടെ ആത്മാവിന്റെ വസ്ത്രമാണ് വാസ്തവത്തിൽ ശരീരം. പിടി കിട്ടുന്നുണ്ടോ? എന്താണ് ശരീരം? ആത്മാവിന്റെ വസ്ത്രം. അത് ഞാനൊരു പാട്ടിനെ കോട്ട് ചെയ്തിട്ട് പറയുകയല്ല, അത് 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം. താഴോട്ട് വായിച്ചു വരുമ്പോൾ ഉരിയുക, മീതെ ഉടുക്കുക എന്നുള്ള പ്രയോഗങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പം ഇത് ഉരിഞ്ഞു കളയുന്നതാ. ഇതാ ഞാൻ വസ്ത്രത്തോട് ഉപമിച്ചത്. ദേഹം എന്ന് പറയുന്നത് ആത്മാവിന്റെ വസ്ത്രമാണ്. മരണം സംഭവിക്കുമ്പോ ഈ വസ്ത്രത്തെ വിട്ടിട്ട് നമ്മളിലെ ആത്മാവ് പുറത്തോട്ട് വരുക. എന്നിട്ട് ഈ പുറത്തോട്ട് വരുന്ന ആത്മാവ് എങ്ങോട്ടാ പോകുന്നത്? കൊലോസ്യർ 3:3 നാം മരിച്ച് നമ്മുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറയുന്നു. ഇതില്ലാതെയാകുകയല്ല, ഇത് ദൈവത്തിങ്കലേക്ക് പോകുക. അപ്പൊ നാശം ശരീരത്തിനേ ഉള്ളൂ, ആത്മാവിന് നാശം ഇല്ല. തെളിവ് 1 പത്രോസ് 3:18 ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. നമ്മുടെ ജഡമാണ് നശിക്കുന്നത്, ആത്മാവ് നശിക്കുന്നില്ല. കാരണം നമ്മുടെ ആത്മാവിൽ വ്യാപരിച്ച അടുത്ത ഒരു ജനനമുണ്ട്. അത് ദൈവത്തിൽ നിന്ന് കിട്ടിയതാണ്. ആ ജനിപ്പിച്ച ആ ബീജം വചനമാണ്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും ഇതിന് മാറ്റമില്ല. വിളിക്കാൻ കഴിയുന്ന പേരാണ് പുതിയ ജനനം. ഈ ജനനത്തെ നമുക്ക് വിളിക്കാൻ കഴിയുന്ന പേരാണ് ആത്മാവിനാലുള്ള ജനനം. ഇതിനെ രണ്ടിനെ കൂടെ ക്രോഡീകരിച്ച് പറഞ്ഞാൽ അതാണ് വീണ്ടും ജനനം. അപ്പോ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ജനനം കിട്ടിയ നാം ജീവിതത്തിന്റെ ഏതോ ഒരു ഘട്ടത്തിൽ നാം വചനത്താലും നാം ആത്മാവിനാലും നാം ജനിക്കുകയാണ്. അങ്ങനെ ജനിക്കുമ്പോൾ നാം ദൈവത്തിൽ നിന്നുള്ളവരാകുകയാണ്. സന്തോഷമുള്ളവരെ അക്കാരം ഒന്ന് ഉയർത്തിപ്പിടിച്ച്, അതാണ് യോഹന്നാൻ 3:6 പറയുന്നത്, ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. എല്ലാവരും കൂടെ പറഞ്ഞു ആ വാക്യം. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, പിന്നെ ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. കണ്ടോ ആ മാറ്റം? കണ്ടോ? ജഡത്താൽ ജനിച്ചത് ജഡം, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ്. ഇനി ഞാൻ ആ 2 ജനനത്തെ ഒന്നുകൊണ്ടൊന്ന് താരതമ്യം ചെയ്യാം. ജഡത്തിൽ നിന്ന് ജനിച്ചപ്പോൾ നമുക്ക് മാതാപിതാക്കളുടെ പ്രകൃതി കിട്ടി. ഒന്നുകിൽ അവരുടെ രൂപം, അല്ലെങ്കിൽ അവരുടെ സ്വഭാവം, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആരുടെയും രൂപം, ആരുടെയും സ്വഭാവം. ഇത് റിയാലിറ്റിയാണ്. അപ്പോ ജഡത്തിൽ നിന്ന് ജനിച്ചപ്പോ നമുക്ക് മാതാപിതാക്കളുടെ പ്രകൃതി കിട്ടി. സ്തോത്രം. അത് വളരെ കാര്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഈ നല്ല ആത്മീകരായി സ്വഭാവ ഗുണമുള്ളവരായിട്ട് ജീവിക്കുന്നത് സ്വർഗത്തിൽ പോകാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ തലമുറയ്ക്ക് നമ്മുടെ പ്രകൃതം തന്നെയാണ് വരുന്നത് എന്നുള്ളത് കൊണ്ടുകൂടെയാണ്. ഡോക്ടേഴ്സ് പലരും ഇവിടെ കാണുമായിരിക്കും. ഞാൻ കോമൺ ആയിട്ടുള്ളൊരു കാര്യം പറയാം. ഒരു കുട്ടി ഒരപ്പൻ ഒരമ്മയ്ക്ക് ജനിക്കുമ്പോൾ അപ്പന്റെ 23 ക്രോമസോമും അമ്മയുടെ 23 ക്രോമസോമുമായിട്ടാണ് ജനിക്കുന്നത്. അപ്പൊ അപ്പന്റെ പ്രകൃതവും അമ്മയുടെ പ്രകൃതവും കുട്ടിയിൽ ഇൻബിൽട്ടാണ്. ഇവിടെ പല ടൈപ്പ് കീബോർഡുകൾ ഇരിപ്പുണ്ട്. ബിനോയ് വായിക്കുന്ന PA4, PA5, അപ്പൊ PA5X ആ കീബോർഡ് ഇവിടെ ഇരിപ്പുണ്ട്. അതിനകത്ത് ഇപ്പൊ ഞാൻ പറയുക ഈ ഒരു സ്കെയിൽ വായിൽ അല്ല ഈ ഒരു റിതം ഇട് എന്ന് പറയുമ്പോ ബിനോയ് അവിടെ ഇരുന്ന് ആ റിതം ഉണ്ടാക്കൊന്നും വേണ്ട. അതിനകത്ത് സംഗതി ഇൻബിൽട്ടാണ്. കമ്പനിക്കാരൻ അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അത് ഞാൻ പറയുമ്പോ ഇപ്പൊ 6/8 ആകട്ടെ, 5/8 ആകട്ടെ, 7/8 ആകട്ടെ, 4/4 ആകട്ടെ, 2/4 ആകട്ടെ, 3/4 ആകട്ടെ, ഞാൻ ഏത് താളത്തിൽ പാടിയാലും ആ സംഭവം ഉടനെ അവിടെ ടാപ്പ് ചെയ്യുക. എപ്പോഴാണ് ആവശ്യം വരുന്നത് അപ്പോ ആ റിതം ആക്റ്റീവ് ആകും.
അവിടെ ഒരാൾ അത് ടാപ്പ് ചെയ്യുക. ഇതുപോലെയാണ് അപ്പന്റെ സ്വഭാവം, അമ്മയുടെ സ്വഭാവം നമ്മളിലുണ്ട്. ആവശ്യമുള്ളപ്പോ ഈ സാധനം ആക്റ്റീവ് ആകും. കേട്ടോ? അത് പറയുമ്പോ ഞാൻ കണക്ട് ചെയ്ത് പറയാം. ചർച്ചിനകത്ത് ഇരുന്നുറങ്ങുന്ന അച്ചായന്റെ മോൻ ചർച്ചിനകത്ത് കിടന്നുറങ്ങും. മനസ്സിലായെന്ന് എൻ്റെ ചിന്ത. അപ്പോൾ അമ്മാമ്മമാരുടെ ഇടയിൽ ഒരു സന്തോഷം ഉണ്ടായി. അച്ചാനിട്ട് കൊടുക്കുക അstré. കുറച്ച് നാളായിട്ട് ഞാനിത് പറയാം. അമ്മാമ്മയുടെ കാര്യം കൂടാ പറഞ്ഞത്. സ്തോത്രം. അമ്മാമ്മ ചർച്ചിനകത്ത് ഇരുന്നുറങ്ങിയാൽ മക്കൾ ചർച്ചിനകത്ത് കിടന്നുറങ്ങും. നമ്മൾ എന്ത് ചെയ്യുന്നോ അതിൻ്റെ ഹയസ്റ്റ് ലെവലിലാണ് പിള്ളേർ ചെയ്യുന്നത്. ഈ ഈ ഈ കാലഘട്ടം മാറുന്നതനുസരിച്ച് ബുദ്ധിയുടെ വളർച്ചയുണ്ട്. അമ്മാമ്മയുടെ കയ്യിൽ iPhone 17 ആണ് ഇരിക്കുന്നതെങ്കിലും അമ്മാമ്മയ്ക്ക് ആകെ അറിയാവുന്ന കാര്യം ഫോൺ എടുക്കുക, ഫോൺ കട്ട് ചെയ്യുക, ഇത്തരം കാര്യങ്ങളെ അറിയത്തുള്ളൂ. പക്ഷേ 7 വയസ്സുള്ള ചെറുക്കൻ്റെ കയ്യിലോട്ട് കൊടുത്ത് അവൻ അതിനകത്തെ മുഴുവൻ സെറ്റപ്പും അവൻ ചെയ്തു തരും. അതന്നെ അമ്മാമ്മ കോളേജ് പ്രൊഫസറാണ്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിന്റെ സെറ്റപ്പ് അറിയത്തില്ല. മമ്മിക്ക് കെമിസ്ട്രി അറിയാം, പക്ഷെ ഫോണിന്റെ സെറ്റപ്പ് അറിയത്തില്ല. കേൾക്കുന്നുണ്ടെന്ന് എൻ്റെ ചിന്ത. പക്ഷെ 7 വയസ്സുള്ളവൻ ഇതിന്റെ സെറ്റപ്പ് അറിയാവുന്നേ. അത് ഈ ജ്ഞാനത്തിന്റെ വളർച്ചയാണ്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ എന്ത് ചെയ്തോ അതിന്റെ പുറത്തായിരിക്കും പിള്ളേർ ചെയ്യുന്നത്. അതുകൊണ്ട് നല്ല തലമുറ വേണോ, നല്ല ജീവിതം ജീവിക്കണം. ഞാനിവിടെ ഒരു കാര്യം പറയാം. സാമൂഹിക വിരുദ്ധർ വളരുന്ന വളക്കൂറുള്ള മണ്ണ് തകർന്ന കുടുംബാന്തരീക്ഷമാണ്. ലോകത്തിൽ ദുരന്തം വിധിച്ച സകല പുള്ളിയകളും സകല സാമൂഹിക വിരുദ്ധരും വളർന്നത് തകർന്ന കുടുംബാന്തരീക്ഷത്തിനകത്താണ്. ഈ ഹിറ്റ്ലറിനെ അറിയത്തില്ലേ? അപ്പൻ ലോയിസ് 51 വയസ്സ്, അമ്മ ക്ലാര 28 വയസ്സ്. 28-കാരി ക്ലാരയിൽ 51-കാരൻ ലോയിസിന് ജനിച്ച സന്തതിയാണ് ഹിറ്റ്ലർ. നിങ്ങൾ അറിയണം, ഈ ഹിറ്റ്ലറിന്റെ അപ്പൻ ലോയിസ് ക്രൂരനായൊരു മനുഷ്യനായിരുന്നു. അയാൾ ഈ ഹിറ്റ്ലറിനെ വിളിക്കുന്നത് വായിലേക്ക് വിരല് കടത്തി പ്രത്യേക ശബ്ദത്തിൽ വിസിലടിച്ച. ഹിറ്റ്ലർ വന്നാൽ കമഴ്ത്തി കിടത്തിയിട്ട് വീതിയുള്ള ബെൽറ്റ് കൊണ്ട് മൂത്രം പോകുന്നത് വരെ അടിക്കുമായിരുന്നു. ഹിറ്റ്ലറിന് 14 വയസ്സുള്ളപ്പോ അപ്പൻ ലോയിസ് ചത്തുപോയി. അമ്മ ക്ലാര വേറെ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയി. അങ്ങനെയാണ് ഹിറ്റ്ലർ എന്ന് പറയുന്ന മനുഷ്യൻ രൂപപ്പെടുന്നത്. അയാൾ വായിക്കുവാൻ തുടങ്ങി, പക വളർന്നു, ക്രൂരനായി. 60 ലക്ഷം യഹൂദന്മാർ കൊല്ലപ്പെട്ടതിന്റെ പിന്നിലെ കാരണം ഇതാണ്. ഞാൻ പറഞ്ഞത്, അപ്പന്റെയും അമ്മയുടെയും പ്രകൃതിയാണ് തലമുറയ്ക്ക് കിട്ടുന്നത്. നമ്മൾ ജഡത്തിൽ നിന്ന് ജനിച്ചപ്പോ നമ്മുടെ പ്രകൃതം നമ്മുടെ അപ്പന്റെ അമ്മയുടെ പ്രകൃതമായി. എന്നാൽ ഇവിടെ നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിക്കുമ്പോ, നമ്മൾ ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുമ്പോ നമുക്കുണ്ടാകുന്ന ജനനം, ആ പ്രകൃതം ആ ദൈവിക സ്വഭാവത്തിന്റെ പ്രകൃതമാണ്. അതാ പറയുന്നത്, ജഡത്താൽ ജനിച്ചത് ജഡം, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ്. അതിന്റെ സാധ്യത യോഹന്നാൻ 3:8 പറയുന്നുണ്ട്. കാറ്റ് ഇഷ്ടമുള്ളിടത്തെ കൂതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെ ആകുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ആത്മാവിനാൽ ജനിച്ചവന്റെ ഫ്യൂച്ചർ എങ്ങനെ തിരിയുമെന്ന് നിർവചിക്കുവാൻ ഒരുത്തനും കഴിയത്തില്ല. അവൻ ദൈവത്തിൽ നിന്ന് ഒറിജിനാലിറ്റി ഉള്ളവനാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു എന്ന് പറയുമ്പോ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാകുന്നു. എല്ലാവരും കൂടെ ചേർന്നെന്ന് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൽ നിന്ന്, ഉച്ചത്തിൽ പറ, നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാകുന്നു. ഈ ദൈവത്തിൽ നിന്ന് ജനിച്ചു എന്ന് പറയുമ്പോൾ അതിന് കുറെ വിശേഷതകളുണ്ട് കേട്ടോ. ദൈവത്തിൽ നിന്ന് ജനിച്ചവന് ഗുണഗണങ്ങളുണ്ട്. ദൈവത്തിൽ നിന്ന് ജനിച്ചവന് അതിന്റെ പ്രകൃതിയുണ്ട്. സ്വതന്ത്രം സ്വതന്ത്രം അത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പാസ്റ്റർ വായിക്കാമോ? ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ
കഴിയുകയുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, ദൈവത്തിൽ ജനിച്ചവന്റെ വിശേഷത കണ്ടോ? നമ്മൾ എവിടെ നിന്നുള്ളവരാന്ന് പറഞ്ഞേ? ഉച്ചത്തിൽ പറഞ്ഞു. അങ്ങ് പുറകിൽ നിന്ന് ശബ്ദം ഇങ്ങോട്ടിങ് വരട്ടെ. നമ്മൾ എവിടെ നിന്നുള്ളവരാ? ദൈവത്തിൽ നിന്നുള്ളവർ. ദൈവത്തിൽ നിന്നുള്ളവന്റെ പ്രത്യേകത എന്താ? ഇവിടെ പാസ്റ്റർ ഞാൻ തന്ന ബൈബിളാണോ? അല്ലല്ലോ, എല്ലാവരുടെയും ബൈബിളിൽ ഇതുണ്ടല്ലോ. ഒന്നുകൂടെ ഒന്ന് വായിച്ചോ പാസ്റ്റർ, ഒന്നുകൂടെ ഒന്ന് വായിച്ചോ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ആരുടെ വിത്ത്? അവന്റെ വിത്ത്, ദൈവത്തിന്റെ വിത്ത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പനും അമ്മയിൽ നിന്ന് ജനിച്ചപ്പോ നമുക്ക് അപ്പന്റെ അമ്മയുടെ പ്രകൃതി കിട്ടി. അതുപോലെ ദൈവത്തിൽ നിന്ന് ജനിച്ചവന്റെ അകത്ത് ദൈവത്തിന്റെ വിത്തുണ്ടെന്ന്. ആ വിത്തുള്ളത് കൊണ്ട് അവന് പാപം ചെയ്യാൻ കഴിയത്തില്ല. എന്താ ഈ ദൈവത്തിൽ നിന്ന് ജനിച്ചവനിലുള്ള ദൈവത്തിന്റെ വിത്ത്? വചനം. വെരി ഗുഡ് പറഞ്ഞ അച്ഛനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആ സീഡ് എന്ന് പറയുന്ന പദത്തെ ഞാൻ ഇങ്ങനെ പഠിച്ചു കേട്ടോ. സീഡ്. ആ സീഡ് എന്നുള്ളതിന്റെ പ്രഥമാർത്ഥം വേർഡ് എന്നാണ്. പക്ഷേ അത് മാത്രമല്ല അതിന്റെ അർത്ഥങ്ങൾ. ഇവിടെ ആ സീഡ് എന്ന് പറയുന്നില്ല, അത് വചനം എന്ന ആശയത്തിലല്ല പറയുന്നത്. ഞാൻ വിവിധ ഭാഷാന്തരങ്ങളിൽ എഴുതിയിരിക്കുന്നത് പറയാം. CEV എന്ന് പറയുന്ന ഒരു പരിഭാഷയുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് ഹിസ് ലൈഫ് ഗിവിംഗ് പവർ എന്നാണ്. അപ്പൊ എന്താണ് ദൈവത്തിന്റെ വിത്ത് എന്ന് ചോദിച്ചാൽ അവിടുത്തെ ലൈഫ് ഗിവിംഗ് പവർ. അത് ആ സീഡ് എന്നുള്ളതിന് സ്പേമ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. സ്പേമ സ്പെല്ലിംഗ് പറയാം. SPERMA. സ്പേമ, ലൈഫ് ഗിവിംഗ് പവർ. വേറൊന്നാണ് ദ ന്യൂ ലൈഫ്. മറ്റൊന്നാണ്, അതാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഗോഡ്സ് വെരി നേച്ചർ. ദൈവത്തിൽ നിന്ന് ജനിച്ചവനിൽ ദൈവത്തിന്റെ വിത്തുണ്ടെന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ജനിച്ചവന്റെ അകത്ത് ദൈവത്തിന്റെ നേച്ചറുണ്ട്. അല്ലെന്ന് പരിശോധിക്കണം കേട്ടോ, നേച്ചർ ഉണ്ടോന്ന്. അല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാല് കണ്ടാ പഞ്ചഭാവമാണ്, പക്ഷെ ഒരു വിഷയം വരണം, തൊട്ടു നോക്കണം. ഞങ്ങളുടെ നാട്ടിൽ പറയാം, എറണാകുളത്ത് പറയുമെന്ന് അറിയത്തില്ല, പാമ്പ് മൂർഖനാണോ ചേരയാണോ എന്നറിയാൻ ഒറ്റ ടെസ്റ്റേ ഉള്ളൂ. മണ്ണ് വാരിയിടുന്നു. പോകുന്ന കണ്ടു കഴിഞ്ഞാൽ പാവം, പക്ഷെ മണ്ണിട്ടാൽ ഇതുപോലെയാണ് നമ്മൾ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ നിന്ന് റിവീൽ ആകേണ്ടത് ഗോഡ്സ് നേച്ചറാണ്, ദൈവത്തിന്റെ വിത്ത്. എല്ലാവരും ഒന്ന് പറഞ്ഞു, ഒന്നോട് പറഞ്ഞു. ദൈവത്തിന്റെ നേച്ചർ, ഗോഡ്സ് വെരി നേച്ചർ, അതാണ് സീഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ അകത്ത് ദൈവത്തിന്റെ വിത്ത്, ദൈവത്തിന്റെ സ്വഭാവം. വാസ്തവത്തിൽ ഈ ഒരു നേച്ചറിന്റെ വളർച്ചയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഒരു കാര്യം ഞാൻ പറയാം, രക്ഷിക്കപ്പെട്ട ഉടനെ അല്ല ഒരാളങ്ങ് പരമവിശുദ്ധനായി മാറുന്നത്. രക്ഷിക്കപ്പെടുമ്പോൾ ജസ്റ്റിഫിക്കേഷൻ ആണ് നടക്കുന്നത്. ഞാൻ യേശുവിനെ കണ്ടുമുട്ടുമ്പോ എന്നിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ പ്രവൃത്തി ജസ്റ്റിഫിക്കേഷൻ, നീതിവൽക്കരണം എന്ന് പറയാം. അതെന്നിൽ സംഭവിക്കുന്നത്. ജസ്റ്റിഫിക്കേഷൻ കഴിഞ്ഞാൽ അടുത്തത് സാങ്ക്ടിഫിക്കേഷനാണ്. ഈ ജസ്റ്റിഫിക്കേഷൻ എന്ന കാര്യം ഒറ്റ ദിവസം കൊണ്ട്, ഒരു മിനിറ്റ് കൊണ്ട് സംഭവിക്കുന്നതാണെങ്കിൽ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. ഹലോ, അതായത് മീശയെല്ലാം പഠിച്ച് മാലകമല ഊരി വെള്ളം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ വിശുദ്ധനായി എന്നങ്ങ് തോന്നരുത്. ഇതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. ഞാനത് വെറുതെ പറഞ്ഞല്ല, ബൈബിൾ അങ്ങനെ പറയുന്നു. റോമാലേഖനം 6:22, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണം. അതിന്റെ എൻഡ്, എവർലാസ്റ്റിംഗ് ലൈഫ്. അപ്പൊ ഈ സാങ്ക്ടിഫിക്കേഷന്റെ എൻഡ് എന്ന് പറയുന്നത് എന്താ? എവർലാസ്റ്റിംഗ് ലൈഫാ, അല്ലെങ്കിൽ ഇറ്റേണൽ ലൈഫാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ യേശുവിന്റെ വരവ്. ഇവിടം വരെ ഈ സാന്റിഫിക്കേഷൻ നടന്നുകൊണ്ടേയിരിക്കണം. നമ്മളിലെ എടുത്തടിച്ച് സംസാരിക്കുന്ന പ്രകൃതം, പെട്ടെന്ന് കോപിക്കുന്ന പ്രകൃതം, ഇതെല്ലാം നമുക്കുണ്ടെന്നേ. നമ്മൾ ദിവസം പ്രതി ചെല്ലുന്നതനുസരിച്ച് ഈ ക്യാരക്ടറിന് മാറ്റം സംഭവിക്കുക. ഇതാണ് വാസ്തവത്തിൽ സാന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഇങ്ങനെ വളർന്ന് 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 നമ്മൾ എവിടെ വരെ ചെല്ലണമെന്നറിയോ? ശരിക്കും ക്രിസ്തു സമാനതയ്ക്കകത്തേക്കൊരു വർധനമാണ്. എന്നോടൊപ്പമുണ്ടോ? ഞാൻ ചുമ്മാ പറയുന്നതല്ല. ഈ 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം വളരെ പ്രിയ പദമാണ്. ബൈബിള് തുറക്കാതെ ഒന്ന് പറയാമോ? 1 യോഹന്നാൻ 3:2. ബൈബിള് തുറക്കാതെ ഒന്ന് പറഞ്ഞു നോക്കി. അത് 1-ാമത്തെ വാക്യം. 2-ാമത്തെ വാക്യം ഞാൻ പറയാം. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോ നാം അവനെ താനിരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകും. നാം അവനോട് സദൃശ്യന്മാരാകുമെന്ന് അറിയുന്നു. നമ്മൾ അവിടെ അങ്ങ് ഫുൾ സ്റ്റോപ്പ് ഇടും, നിർത്തരുത്. അടുത്ത വാക്ക് ഇമ്പോർട്ടന്റാ. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കണം. അപ്പൊ യേശു പ്രത്യക്ഷനാകുമ്പോ യേശു ഇരിക്കുന്നത് പോലെ ഞാൻ യേശുവിനെ കാണണമെങ്കിൽ ഈ പ്രത്യാശ എന്റെ അകത്തുണ്ടാകണമെങ്കിൽ, ഉണ്ടാകുന്നു എങ്കിൽ യേശു നിർമ്മലനാകുന്നത് പോലെ ഞാൻ നിർമ്മലനാകണം. നമ്മളെ ഉള്ളത് പറഞ്ഞാൽ ഈ നിർമ്മലീകരിക്കുന്നത് മുഴുവൻ ഫ്യൂണറൽ സർവീസിന്റെ അന്നാ. ഒരു 120 പേരൊക്കെ അനുശോചനം പറയാനായിട്ട് കാണും. ഒരു ബന്ധമില്ലാത്തവരും പറയും. ഒരിക്കലൊരു മരണ വീട്ടിൽ നടന്ന സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അനുശോചനം പറയുന്നവരെല്ലാം ഇങ്ങനെ പറയുക. അപ്പൊ അമ്മച്ചി തൊട്ടടുത്തിരിക്കുന്ന മോനോട് പറഞ്ഞു, മോനെ പെട്ടി കിടക്കുന്നത് അപ്പച്ചൻ തന്നെയാണോ എന്നൊന്ന് നോക്കാൻ. കാരണം അമ്മച്ചിക്ക് തന്നെ അതിശയോക്തിയായി പോയി, അപ്പച്ചനെ കുറിച്ചാണോ ഈ പറയുന്നത്? അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്നത്. അയ്യോ, എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, ധനവാന്റെ വീട്ടിൽ നമ്മളെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ അത് ഞാൻ പറഞ്ഞ് നമ്മൾ സ്വർഗത്തിൽ കയറ്റിയാണ്. കാരണം ദൈവസഭയ്ക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത മനുഷ്യന് കഞ്ഞി വെക്കാനുള്ള വലിയ ചെമ്പ് മേടിച്ചത് പുള്ളിയാണ്. ഇപ്പോൾ അടിച്ചോണ്ടിരിക്കുന്ന തമ്പാറ് മേടിച്ചോണ്ട് വന്നത് പുള്ളിയാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ അലമാരിയുടെ പുറത്തിരിക്കുന്ന തമ്പാർ പൊട്ടിപ്പോയപ്പോൾ ഇനി ഒരു തമ്പാർ എങ്ങനെ ഉണ്ടാകുമെന്ന് ഭാരപ്പെട്ട സമയത്ത് ബഹുമാനപ്പെട്ട അച്ചായൻ ബസ് കയറി കുമ്പനാടിന്റെ പ്രദേശത്ത് ചെന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴുള്ള തമ്പാറ് അച്ചായനെ നിത്യത ചെന്ന് ധനവനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞതിന്. പ്രൈസ് ദി ലോർഡ്. ഈ അനുശോചനത്തിനകത്ത് നമ്മൾ ഈ തള്ളിമറിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, സത്യത്തിൽ ജീവകാലത്ത് പ്രകടിപ്പിക്കേണ്ടതാ. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനാകുന്നത് പോലെ. എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ഈ അനുശോചന പരിപാടി അവസാനിപ്പിക്കണം. അത് വാസ്തവത്തിൽ എൻ്റെ പ്രിയരെ, നമ്മൾ വിശ്വസിക്കുന്ന പോലെ മരണാനന്തര ജീവിതം വേറെ ആർക്കാ വിശ്വസിക്കാനുള്ളത്? ഇതൊന്ന് പറയാൻ 2 ദൈവദാസന്മാരെ വിളിച്ച് നമ്മുടെ കൂട്ടത്തിലുള്ള 2 ദൈവദാസന്മാർക്ക് ഒരു 45 മിനിറ്റ് വീതം കൊടുത്ത് ബൈബിളിലെ ഒരു 10 ഭാഗം വായിച്ചൊരു 4 പാട്ടുപാടി അങ്ങനെ ഒരു ഫ്യൂണറൽ സർവീസ് നടത്തി നോക്കിയേ, എന്നെ അനുഗ്രഹമായിരിക്കും. മരണ വീട്ടിൽ സ്നാനപ്പെടാൻ കര ഉയർത്തുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. നമുക്ക് സുവിശേഷം പറയാൻ കിട്ടുന്ന അവസരം, ഒടുവിൽ സെൻട്രൽ പാസ്റ്റർക്ക് സമയമില്ല, ശുശ്രൂഷ നടത്താൻ വന്ന സെക്രട്ടറിക്കും സമയമില്ല, പിന്നെ വരുന്നവർക്ക് ആർക്കും സമയമില്ല, ദൈവവചനം പറയാൻ വന്നവർക്ക് സമയമില്ല. സ്തോത്രം. ആ 9 മണിയാകുമ്പോൾ നമ്മൾ പറയും ഈ 2 മിനിറ്റ് വീതം. അത് സെൻട്രൽ പാസ്റ്റ് വന്നു കഴിയുമ്പോൾ നമ്മൾ പറയും 1 മിനിറ്റ് വീതം. സെക്രട്ടറി വരുമ്പോൾ നമ്മൾ പറയും 30 സെക്കൻഡ് വീതമേ എടുക്കാവൂ. പാസ്റ്റർ സ്തോത്രവും ഹല്ലേലൂയയും പറയുന്നതല്ലാതെ 30 സെക്കൻഡിൽ പേര് പറഞ്ഞു തീരത്തില്ല. സ്തോത്രം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ലൈഫിൽ പ്രകടിപ്പിക്കേണ്ടതാ പ്രിയരെ. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ. മരിച്ച് മൊബൈൽ മോർച്ചറിക്കകത്ത് പെട്ടി ഇപ്പൊ പറയാൻ പറ്റത്തില്ല, കാരണം ഇപ്പൊ പെട്ടി ഔട്ട് ഓഫ് ഫാഷനായി. മൊബൈൽ മോർച്ചറിയാണ് ഫാഷൻ. മരിച്ചു മൊബൈൽ മോർച്ചറി കിടക്കുമ്പോൾ നമ്മൾ പറയുന്ന വമ്പൻ കാര്യമുണ്ടല്ലോ, അത് ജീവിച്ചിരിക്കുമ്പോ പ്രകടിപ്പിക്കേണ്ടതാ. സത്യത്തിൽ നമ്മുടെ ലക്ഷ്യം എന്താണെന്നറിയാമോ? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു.
ബാക്കി പറ. മരിക്കുന്നത് ഉച്ചത്തിൽ പറഞ്ഞേ, എനിക്ക് ജീവിക്കുന്നത്, ജീവിച്ചാൽ ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും. ഒന്നോട്, ജീവിച്ചാൽ ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും. ഉച്ചത്തിൽ എന്ന് പറഞ്ഞു, ജീവിച്ചാൽ ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കും? അതാ നമ്മൾ തെളിയിക്കേണ്ടത്. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുകയല്ല, നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയാണ്. എഫ് മേജർ. ജീവിച്ചാൽ നാം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും. അത് ജീവകാലത്ത് തെളിയിക്കണം. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ. ആരെങ്കിലും പറയും ബുദ്ധിമുട്ടാ, എനിക്കറിയത്തില്ല ബുദ്ധിമുട്ടാണോ എന്ന്. മരത്തിൽ നിന്ന് ഉള്ളവരാണ്. സോദരം ഒരു പാട്ട് പാടാൻ തുടങ്ങിയത്, സൗണ്ട് ഓപ്പറേറ്റർ അവിടെ ഇല്ല, കീബോർഡെല്ലാം മ്യൂട്ട് ചെയ്ത് വെച്ചേക്ക്. ഇനി വരാം, എനിക്ക് പാടുന്ന അസുഖമുള്ള ആളാണ്, ഓടിയോ. സ്തോത്രം. അപ്പോ സ്തോത്രം പുറകിന്ന് വരുന്നുണ്ട്. സ്തോത്രം. കീബോർഡല്ല പ്രശ്നം, സൗണ്ടാ പ്രശ്നം. അപ്പോ ഞാൻ പറഞ്ഞത്, ജീവിക്കുകയാണെങ്കിൽ ആർക്ക് വേണ്ടി ജീവിക്കണം? ഉച്ചത്തിൽ പറ. ക്രിസ്തുവിന് വേണ്ടി. ക്രിസ്തു സമാനത. ആമേൻ. കർത്താവിന്റെ വിത്ത് നമ്മളിൽ വസിക്കണം. കർത്താവിന്റെ ക്യാരക്ടർ നമ്മളിൽ വസിക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ആ കരമൊന്ന് ഉയർത്തി പിടിച്ചേ. ഒരു 30 സെക്കൻഡ് ഒന്ന് പ്രാർത്ഥിച്ചേ. യേശുവേ, എനിക്കുള്ളത് പറഞ്ഞാൽ എന്റെ ആ പഴയ സ്വഭാവം തന്നെ എനിക്കിപ്പോഴും ഉള്ളത്. എനിക്കൊരു മാറ്റം വേണം. ഉച്ചത്തിലൊന്ന് പ്രാർത്ഥിച്ചേ. എനിക്ക് എന്നിൽ അവിടുത്തെ വിത്ത് വസിക്കണം. ഉച്ചത്തിലൊന്ന് പ്രാർത്ഥിച്ചേ. ആ തുറന്ന് പ്രാർത്ഥിച്ചേ. ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനാ, പാടിയിടുന്നു എങ്കിൽ ദൈവത്തിനായി. പഠിക്കേ. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനായി, പാടിയിടുന്നു എങ്കിൽ ദൈവത്തിനായി. നല്ല ദാസനായി ഞാൻ തീർന്നതിനാ, എൻ മരണം എനിക്കതു ലാഭം. ജീവിക്കുന്നെങ്കിൽ ആർക്ക് വേണ്ടി ജീവിക്കണം? ക്രിസ്തുവിന് വേണ്ടി. അപ്പൊ ദൈവത്തിൽ നിന്ന് ജനിച്ചവന്റെ അകത്ത് ദൈവത്തിന്റെ വിത്ത് വസിക്കുന്നു. സ്വതന്ത്രം. ഞാൻ ഇവിടെ കണക്ട് ചെയ്ത്, താങ്ക് യു, കണക്ട് ചെയ്ത് ഒരു വാക്കുകൂടെ പറയാമേ, സമയം മുന്നോട്ട് പോവാ. ഈ എന്റെ പ്രിയരെ, നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരായതുകൊണ്ടുണ്ടല്ലോ, ഈ പുത്രത്വത്തിന്റെ സ്റ്റാൻഡേർഡിൽ നിൽക്കണം കേട്ടോ. ഒന്നുകൂടെ, ദൈവത്തിൽ നിന്ന് ജനിച്ചവർ എന്ത് ചെയ്യണം? പുത്രത്വത്തിന്റെ ആ ഗുണത്തിൽ നിൽക്കണം. ഞാനത് വെറുതെ പറഞ്ഞല്ല പാസ്റ്റർ, ഒരു വാക്യം കൂടെ വായിക്കണം. 1 യോഹന്നാൻ 3:8. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണേ. 3:1. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം. നമ്മളെ ദൈവമക്കളെന്നാ വിളിച്ചേ. പക്ഷെ 8 വന്നപ്പോ അപ്പോസ്തലൻ പറഞ്ഞു, കാര്യം ശരിയാ, പക്ഷെ പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. അത് വാസ്തവത്തിൽ മലയാളത്തിൽ ക്ലാരിറ്റി പോരാ. മലയാളത്തിൽ ആ ക്ലാരിറ്റി പോരാ. അവിടെ ചില ഭാഷാന്തരങ്ങളിലേക്ക് വരുമ്പോൾ anyone who continues to sin belongs to the devil. പാപം തുടർന്നുകൊണ്ടിരിക്കുന്നവൻ. ഈ ESV പോലെയുള്ള ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ പോലെയുള്ള ഭാഷാന്തരങ്ങളിൽ പാപം പ്രാക്ടീസ് ചെയ്യുന്നവനാണ്. പാപത്തെ എന്ത് ചെയ്യുക? പാപം പ്രാക്ടീസ് ചെയ്യുക. ഈ പാപം പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. കീബോർഡ് വെറുതെ വായിക്കാൻ പറ്റത്തില്ല, പ്രാക്ടീസ് ചെയ്യും. രാത്രികളിലും പകലുകളിലും എല്ലാം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിന്റെ പുതിയ 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 ലെവലുകളിലേക്ക് പോകും. ഇതുപോലെ പാപം പ്രാക്ടീസ് ചെയ്യുന്നവർ. പാപം പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ പുറത്താണ്. നമുക്ക് തോന്നുന്ന പോലെ എല്ലാം ജീവിക്കും. ഞായറാഴ്ച ചർച്ച വന്നപ്പോൾ പാസ്റ്റർ ലോർഡ് സപ്പറും പിടിച്ചുകൊണ്ട് നിൽക്കുക. എന്നിട്ട് 1 കൊരിന്ത്യർ ലേഖനം 11 അധ്യായം അങ്ങ് വായിക്കുക. അങ്ങ് വായിച്ചു വന്നിട്ട് 30ാമത്തെ വാക്യം ഒരു വല്ലാത്ത വാക്യമാണ്. അയോഗ്യമായി അപ്പം തന്നെ പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നവനല്ല, കർത്താവിന്റെ രക്തവും ശരീരവും സംബന്ധിച്ച് കുറ്റക്കാരൻ. ഇങ്ങനെ പറഞ്ഞു വന്നിട്ട്, ഇത് ഹേതുവായി നിങ്ങളിൽ അനേകർ ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു, ചത്തുപോകുന്നു. ഇത് കേട്ടപ്പോ അകത്തൊരു വെപ്രാളം. അപ്പൊ നമ്മൾ പറഞ്ഞു, കർത്താവെ ക്ഷമിക്കണേ കർത്താവെ, മറ്റേ കാര്യമെല്ലാം ക്ഷമിച്ചേക്കണേ കർത്താവെ. നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പിന്നെയും വേണ്ട മണ്ടേ വന്നെന്ന്
എന്നും സൺഡേ ആയിരുന്നേ കുഴപ്പമില്ലായിരുന്നു. അടുത്ത ദിവസം മൺഡേ വന്നു, അതാ പ്രോബ്ലം. പിന്നെ നമ്മൾ പഴയ ഇടത്തി ചെന്നപ്പോ പിന്നെയും പഴയ കാര്യം ചെയ്യാൻ തുടങ്ങി. നമ്മൾ നാടൻ ഭാഷ പറഞ്ഞാൽ പിന്നെയും ചങ്കരൻ തെങ്ങ തന്നെയാണ്. അങ്ങനെ മൺഡേ വന്നു, അടുത്ത ദിവസം വന്നു, അടുത്ത ദിവസം വന്നു, ഒടുവിൽ സൺഡേ വന്നു. സൺഡേ ചർച്ച് വന്നപ്പോ പാസ്റ്റർ പിന്നെ ലോർഡ് സപ്പർ പിടിച്ചോണ്ടിരിക്കുക. അപ്പൊ പറഞ്ഞു, അയോഗ്യമായ അപ്പം തിന്നാൽ ബലഹീനരാകും, രോഗിയാകും, മരിക്കും. അപ്പൊ പിന്നെ ഏറ്റുപറച്ചില്ല, കർത്താവേ ക്ഷമിക്കണേ കർത്താവേ, എനിക്ക് എൻ്റെ കുറവുകൾ എൻ്റെ തലമുറയുടെ മേൽ കണക്കിട്ടല്ലേ കർത്താവേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നെ മൺഡേ വരുവാ. സൺഡേ കഴിഞ്ഞ ഉടനെ മൺഡേ വരുവാ, പിന്നെയും പഴയ പരിപാടിയാ. അടുത്ത ഞായറാഴ്ച വേണ്ട, പിന്നെ പാസ്റ്റർ ലോർഡ് സപ്പർ കൊണ്ട് നിൽക്കുക. ഇതാ പാപം പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നത്. ഏറ്റു പറയുന്നു പിന്നെയും ചെയ്യുന്നു, ഏറ്റു പറയുന്നു പിന്നെയും ചെയ്യുന്നു, ഏറ്റു പറയുന്നു പിന്നെയും ചെയ്യുന്നു. ഇതാ പാപം പ്രാക്ടീസ് ചെയ്യുക. അതാ ESV-ക്കകത്ത് പറയുന്നത്, പാപം പ്രാക്ടീസ് ചെയ്യുന്നവൻ. എന്റെ വണ്ടിയുടെ കാറ്റൊന്നും അഴിച്ചു വിടരുത്, ഞാൻ അങ്ങ് പൊക്കമുള്ള പാവാ കേട്ടോ. സ്വതന്ത്രം, ഞാൻ സത്യമാണ് പറയുന്നത്. എന്റെ പ്രിയരെ, കർത്താവ് മരിച്ചത് നമുക്ക് പാപം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയല്ല. അതാണ് എബ്രായർ 10:26 പറയുന്നത്. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവം പാപം ചെയ്താൽ, വിൽഫുള്ളി പാപം ചെയ്യാൻ ബൈബിൾ നമുക്ക് അനുവാദം തരുന്നില്ലെന്ന്. ഹലോ, ഇത് പ്രാക്ടീസ് ചെയ്യാൻ ദൈവം നമുക്ക് അനുവാദം തരുന്നില്ല. അതവിടെ പറഞ്ഞത്, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അവന് പാപം ചെയ്യാനുള്ള കഴിവുകേടുള്ളത് കൊണ്ടല്ല, ദൈവത്തിന്റെ വിത്ത് അവനിൽ വസിക്കുക. ദൈവത്തിന്റെ സ്വഭാവത്തിനകത്ത് സിന്നുണ്ടോ? പറ. ദൈവത്തിന്റെ ക്യാരക്ടറിൽ പാപമുണ്ടോ? ആ ക്യാരക്ടർ നമ്മളിൽ വസിക്കുന്നോണ്ടാണ് നമുക്ക് പാപം ചെയ്യാൻ പറ്റാത്തത്. രാമൻ പറഞ്ഞാട്ട് അല്ല ചെയ്തേനെന്ന്. ആ ലൈഫ് ഗിവിംഗ് പവർ നമ്മളിൽ വസിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പറ്റാത്തത്. സത്യത്തിൽ ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിൽ നിന്ന് ഉള്ളവർ, ദൈവത്തിൽ നിന്ന് ജനിച്ചവർ, അവർ പാപം ചെയ്യാതെ ജീവിക്കുന്നവരാണ്. ആരെങ്കിലും ചോദിക്കുക, പാസ്റ്റർ ചെയ്തു പോയി, എന്ത് ചെയ്തു, എന്ത് ചെയ്യും? ചെയ്തു പോയി, അറിയില്ലായിരുന്നു, ചെയ്തു പോയി. സ്തോത്രം. അതിനൊരു വാക്യം ഞാൻ പറയും, 1 യോഹന്നാൻ 2:1. We have an advocate with the Father. പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് യേശുക്രിസ്തു എന്ന കാര്യസ്ഥനുണ്ട്. We have an advocate with the Father. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, പാപം ചെയ്തവന് മടങ്ങി വരാൻ ഒരവസരമുണ്ട്, പക്ഷെ പ്രാക്ടീസ് ചെയ്യാൻ അവസരമില്ല. ശബ്ദം ഉയർത്തി കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ട്. ഇങ്ങനെയുള്ള മെസ്സേജൊക്കെ സെൻട്രൽ കൺവെൻഷൻ പോലെ ഉള്ളിടത്തൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. ദൈവമക്കൾ കൂടുന്നിടത്തെ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ കോമൺ ആയിട്ടുള്ള ഒരു സുവിശേഷ പ്രസംഗ വേദിയിൽ ഇത് പറയാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഇരിക്കുന്നതിൽ 99.9% ദൈവമക്കളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിത് പ്രസംഗിക്കുന്നത്. ഇത് ഇവിടെ അല്ലാതെ വേറെ എവിടെയാ പ്രിയപ്പെട്ടവരെ പറയുന്നത്? നമ്മളെ കർത്താവ് വിളിച്ചത് പാപം ക്ഷമിച്ചിട്ടാ, അല്ലാതെ തുടർന്നും അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയല്ല. ഒരാമേ പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു മടങ്ങി വരവുണ്ടാകണം കേട്ടോ, ഒരു യഥാസ്ഥാപനം ഉണ്ടാകണം. കർത്താവിനോട് പറയണം, കർത്താവേ കുറെ കാലമായിട്ട് ഞാനിങ്ങനെ ഏറ്റുപറയും പിന്നെയും പോയി ചെയ്യും, ഏറ്റുപറയും പിന്നെയും പോയി ചെയ്യും, ഏറ്റുപറയും പിന്നെയും പോയി ചെയ്യും. ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ഞാൻ മടങ്ങി വരുന്നു. ഇനിയും ദൈവ പൈതലായിട്ട് ഞാൻ ജീവിക്കും. എത്ര പേർക്ക് ആത്മാവിൽ അത് പറയാൻ പറ്റും? ശബ്ദം ഉയർത്തി കർത്താവിനെ ഒന്ന് ആരാധിച്ചോ. ഓക്കെ. അപ്പോ ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് പറയുമ്പോൾ അതിന്റെ ഒന്നാം ഘട്ടം ദൈവത്തിൽ നിന്ന് ജനിച്ചവരെന്നാണ്. ഇനി അതിന്റെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഒരു ദിവ്യ പൈതൃകം നമുക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരു ഡിവൈൻ ലെഗസി. കേൾക്കുന്നുണ്ടോ? നമുക്ക് എന്നാ ഉണ്ട്? ഒരു ദിവ്യ, പറഞ്ഞോ, നമുക്ക് എന്നാ ഉള്ള? ദിവ്യ, ദൈവത്തിൽ നിന്നുള്ളവരായതുകൊണ്ട് നമുക്കൊരു ദിവ്യ പൈതൃകമുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയാം, ഈ നമ്മൾ അപ്പനും അമ്മയിൽ നിന്ന് ജനിച്ചപ്പോൾ നമുക്ക് അവരുടെ ഒരു പ്രകൃതം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി, അല്ല തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ഡോക്ടർ ആദ്യം ചോദിക്കുന്ന ഫാമിലി ഹിസ്റ്ററിയാണ്. വീട്ടിൽ ആർക്കെങ്കിലും ഡയബറ്റിക് ഉണ്ടോ? വീട്ടിൽ ആർക്കെങ്കിലും ഹാർട്ടിൻ്റെ പ്രശ്നമുണ്ടോ? വീട്ടിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടോ?
ഫാമിലി ഹിസ്റ്ററിയാ. അതന്നെ പാസ്റ്ററെ, അത് ഡോക്ടറോട് ചോദിച്ചാൽ അതന്നെ അങ്ങനെ അല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ മൈക്ക് കോഡ്ലെസ് ആണ്. ഈ മൈക്ക് ഉപയോഗിക്കുന്നത് പോലെ ഒരു കോഡ് വയർ ഇതിനില്ല. ആ കോഡ് വയർ ഇല്ല എന്നുള്ളത് കൊണ്ട് ഇതിന് കണക്ഷൻ ഇല്ലെന്ന് കരുതരുത്. ഇതിനൊരു കണക്ഷൻ ഉണ്ട്. ഇതിൽ നിന്ന് ഒരു 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 റേഡിയോ ഫ്രീക്വൻസി സഞ്ചരിക്കുന്നുണ്ട്. അത് ഇവിടെ ഒരു റിസീവർ ഉണ്ട്, അത് ക്യാച്ച് ചെയ്യുന്നുണ്ട്. ആ റിസീവർ അത് ക്യാച്ച് ചെയ്യുന്നത് കൊണ്ട് ഈ വോയിസ് വരും. ഇതുപോലെ നമ്മൾ നമ്മുടെ കുടുംബവുമായി, അപ്പനുമായി, അമ്മയുമായി കാണാൻ കഴിയാത്ത ഒരു കണക്ഷനിലാണ് നിൽക്കുന്നത്. അമ്മേ, എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അതിനോട് ചേർത്തൊരു ഫെയ്ത്ത് പറയുക, ഒരു റെവലേഷൻ പറയുക. നിങ്ങൾക്കത് ആത്മാവിൽ റിസീവ് ചെയ്യാമെങ്കിൽ റിസീവ് ചെയ്തോണം. നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചപ്പോ ഉണ്ടല്ലോ, ആ പഴയ ലെഗസികളെ ദൈവത്തിന്റെ ആത്മാവ് പൊളിക്കുകയാണ്. ഞാനിത് പറയാൻ എനിക്കൊരു വാക്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വെറുതെ ഒരു ഫെയ്ത്ത് പറഞ്ഞതല്ല. ഈ 2 Corinthians 5:17 പറയുന്നു, ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഉച്ചത്തിലൊന്ന് പറഞ്ഞു, എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞോ, ഉച്ചത്തിൽ പറഞ്ഞോ. അതിനകത്തൊരു ഒരു വ്യാപരിക്കുന്ന ദൈവശക്തിയുണ്ട്. അത് തിരിച്ചറിഞ്ഞ് പറഞ്ഞേ, ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു. അടുത്തത്, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അത് ഒരു ഭാഷാന്തരത്തിൽ എഴുതിയിരിക്കുന്നു. Now if anyone is enfolded into Christ, he has become an entirely new creation. All that is related to the old order has vanished. ആ പഴയത് എന്ത് ചെയ്തു? vanished ആയി, മാഞ്ഞുപോയി. ഹലോ, ആ പഴയ പ്രകൃതവുമായി ബന്ധപ്പെട്ട് ആ ഉള്ളതെല്ലാം എന്ത് ചെയ്തു? പറഞ്ഞു, ഉച്ചത്തിൽ പറഞ്ഞു, അത് vanished ആയി പോയി, മാഞ്ഞുപോയി. ഞാൻ പറയട്ടെ, നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ ആ പഴയ കണക്ടിവിറ്റികൾ vanished ആയി. ഞാൻ ദൈവം എനിക്ക് തരുന്ന ഒരു നിയോഗത്തിൽ ഞാൻ പറയുക, അതൊരു ഫെയ്ത്തിന്റെ പ്രഖ്യാപനമാണ്, ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. അകാല മരണമുള്ള കുടുംബത്തിൽ നിന്നാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ട് വരുന്നതെങ്കിൽ എന്റെ പ്രിയ സഹോദരങ്ങളെ, ആ പഴയ ലെഗസികൾ നമ്മളിലേക്ക് തുടരുകയല്ല, അതിനെ ക്രിസ്തു മായ്ച്ചു കളയുകയാണ്. ഇങ്ങനെയൊക്കെ ദുരന്തങ്ങൾ തിങ്ങി നിറഞ്ഞ് എത്രയോ വീടുകളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നവരായി എൻ്റെ മുൻപിലിരിക്കുന്ന പലരും. ഞാൻ പറഞ്ഞത് എന്താണ്? പലതും നമ്മളെ കയറി പിടിക്കാത്തത്, അതിനെ ദൈവം മായ്ച്ചു കളഞ്ഞതാണ്. ഞാൻ ഈ കുണ്ടന്നൂർ നിന്നല്ലേ പ്രസംഗിക്കുന്നത്. മൂവാറ്റുപുഴയിൽ ഈ ഡെൻ കെയർ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. എത്ര പേർക്കറിയാം? ഡെൻ കെയർ എല്ലാവർക്കും അറിയാം. അവരുടെ ജീവചരിത്രം അറിയാമല്ലോ. സ്തോത്രം. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അവരുടെ ടെസ്റ്റിമണി കിടപ്പുണ്ട്, കാണാൻ പറ്റുമോ? കയറി ഒന്ന് കണ്ടോ. അദ്ദേഹം പച്ചയ്ക്ക് പറയുന്നത്, കർത്താരദാസൻ സാജു പച്ചയ്ക്ക് പറയുന്നത്, അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ പറയുകയാണ്. ഞാൻ പറഞ്ഞത് ഈ ലെഗസികളെ പൊളിക്കുന്ന കാര്യമാണ്. ഈ പഴയതിനെ കർത്താവ് മായ്ച്ചു കളയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യം പറയാം. ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ പിതാവിന് മാനസിക രോഗം ഉണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവിനും ഉണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവിന്റെ അനിയനും ഉണ്ടായി. ഒരേ സമയത്ത് ഒരു വീട്ടിൽ 3 ഭ്രാന്തന്മാർ. ഇങ്ങനെ 3 ഭ്രാന്തന്മാർ ഒന്നിനു പിറകെ ഒന്നൊന്നായി വീടിനകത്തുണ്ടായപ്പോ ഇവരുടെ അമ്മയ്ക്ക് ടെൻഷനായി. കാരണം ഈ സാജു എന്ന് പറയുന്ന അച്ചായന് അവരുൾപ്പെടെ 4 സഹോദരന്മാരാ. അപ്പൊ അമ്മയ്ക്ക് ടെൻഷനായി. വല്യപ്പന് ഭ്രാന്ത്, അപ്പന് ഭ്രാന്ത്, അപ്പന്റെ അനിയന് ഭ്രാന്ത്. ഈ 4 മക്കൾക്കും ഇത് വരുമെന്നുള്ള ചിന്തയിൽ അമ്മ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു. ആ സൂയിസൈഡ് അറ്റംപ്റ്റ് പരാജയപ്പെട്ടു പോയി. ഇതുപോലെ ഒരു സുവിശേഷ യോഗത്തിൽ അമ്മ അറ്റൻഡ് ചെയ്തു. അന്നത്തെ ദിവസം അമ്മ രക്ഷിക്കപ്പെട്ടു. സ്തോത്രം. കേൾക്കണം, ആ വീടിനകത്ത് കിടന്ന ഭ്രാന്തിന്റെ കെട്ടിനെ അന്ന് കർത്താവ് പൊളിച്ചു. ഗ്ലോറി. അദ്ദേഹം പറഞ്ഞത് ഏറ്റവും വലിയ കൊതി 1 ഗ്ലാസ് നല്ല കുത്തരിക്കഞ്ഞി വെള്ളം കുടിക്കണമെന്നുള്ളതായിരുന്നു. പുഴുത്ത ചാക്കരിക്കഞ്ഞി വെള്ളമാണ് കുടിച്ചുകൊണ്ടിരുന്നത്. 1 ഗ്ലാസ് കുത്തരിക്കഞ്ഞി വെള്ളം കുടിക്കണം, അത്ര ദാരിദ്ര്യം. ഹല്ലേലൂയ. ഈ കർത്താവ് ഒരുവന്റെ ആ പഴയ ചരിത്രങ്ങളെ മായ്ക്കുമ്പോ ഉണ്ടല്ലോ, അസാധാരണമായി മായ്ക്കും.
നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ അടുക്കലുള്ള ഒരു കാര്യം ഞാനൊന്ന് ഉദാഹരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് ആ കുടുംബത്തിന് ഒരു മാസം സാലറി കൊടുക്കാൻ 9 കോടി രൂപ വേണം കേട്ടോ. 4500 ജോലിക്കാർ ഡെൻ കെയറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ദൈവം ഒരുവനെ മാറ്റിയാൽ അങ്ങനെയാ മാറ്റുന്നത്. ഇന്ന് രാത്രി അതാ ഞാൻ പറഞ്ഞത്, ആ പഴയ ലെഗസികളെ മായ്ക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരം ഉയർത്തി പിടിച്ച് ആത്മാവിൽ കർത്താവിനെ ഒന്ന് ആരാധിച്ചോ. നിന്റെ അമ്മയുടെ രോഗമല്ല നിന്റെ മേൽ വരാൻ പോകുന്നത്. നിന്റെ അപ്പന്റെ രോഗം നീ ചുമക്കാൻ പോകുന്നില്ല. നിന്റെ വീട്ടിലെ അകാല മരണങ്ങളെ നീ ചുമക്കാൻ പോകുന്നില്ല. ഓ, അത് നിന്റെ തലമുറ ചുമക്കാൻ പോകുന്നില്ല. നിങ്ങൾക്കൊരു പുതിയ ലെഗസിയാണ്. നാം ഒരു പുതിയ ലെഗസിയെ ചുമക്കുന്നവരാണ്. കാരണം നാം ദൈവത്തിൽ നിന്നുള്ളവർ. എല്ലാവരും ചേർന്ന് ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്തേ, ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്തേ. താങ്ക് യു ജീസസ്. ഇന്ന് രാത്രി ഈ യോഗ സ്ഥലത്ത് അങ്ങനെ ഒരു വിടുതൽ വ്യാപരിക്കട്ടെ. ആത്മാവിൽ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ കരമടിച്ചൊന്ന് ആരാധിച്ചോ. ഇന്ന് രാത്രി നിങ്ങൾ കരമടിച്ചാരാധിക്കുമ്പോ മൈലുകൾക്കപ്പുറത്ത് നിങ്ങളുടെ ഭവനാന്തരീക്ഷത്തിനകത്ത് ആ വിടുതലുകൾ സംഭവിക്കാൻ പോകുകയാണ്. രാധന സഗതമന രാംദൽ ജനാഥന രഗദൽ ഖമന ഗഡഗദന. ഈ രാത്രി ചില കുടുംബങ്ങളുടെ അകത്ത് വ്യാപരിച്ച് കിടക്കുന്ന പാരമ്പര്യത്തിന്റെ കടുങ്കട്ടുകൾ യേശുവിന്റെ നാമത്തിൽ പൊളിഞ്ഞു മാറട്ടെ. ചിലരെ ഭയപ്പെടുത്തുന്ന ദുർഭൂത സ്വാധീനങ്ങൾ പൊളിഞ്ഞു മാറട്ടെ. ഇന്ന് രാത്രി പറ, ഞാൻ ദൈവത്തിൽ നിന്നുള്ളവനാണ്. ഘടകത്തിന് 45 വയസ്സിന് മുൻപ് ആമേൻ കുടുംബത്തിലെ ആണുങ്ങൾ മരിക്കുന്നത് നിങ്ങളെ ബാധിക്കാൻ പോകുന്നില്ലെന്ന് നിങ്ങൾ കർത്താവിനാൽ പൊതിയപ്പെട്ടിരിക്കുകയാണ്. എൻഫോൾഡഡ് ഇൻ ക്രൈസ്റ്റ്. നിങ്ങൾ ക്രിസ്തുവിലാണ്. നിങ്ങൾ ക്രിസ്തുവിനാൽ പൊതിയപ്പെട്ടിരിക്കുകയാണ്. ആ പഴയ ചരിത്രങ്ങളെ ഇന്ന് രാത്രി ദൈവാത്മാവ് തിരുത്തുന്നു. നമ്മുടെ ആ പുതിയ ലെഗസിക്കകത്ത് ഇത് മാത്രമല്ല മാറ്റങ്ങൾ കേട്ടോ. ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ ഒരു ചോദ്യമുണ്ട്. കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ? മകയിരത്തിന്റെ ബന്ധനങ്ങളെ നിനക്കഴിക്കാമോ? രാശിചക്രത്തെ അതിന്റെ കാലത്ത് പുറപ്പെടുവിക്കാമോ? സപ്തർഷികളെ മക്കളെ നിനക്ക് നടത്താമോ? ആകാശത്തിന്റെ നിയമങ്ങളെ നിനക്കറിയാമോ? അതിന് ഭൂമിമേലുള്ള സ്വാധീനത്തെ നിനക്ക് നിർണയിക്കാമോ? ഈ 38, 39, 40, 41 ഇത്രയും അധ്യായങ്ങളിൽ 83 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഗൗരവമുള്ള 3-4 ചോദ്യങ്ങൾ ഞാൻ ഈ പറഞ്ഞത്. കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ജനിച്ചത് പലതും നക്ഷത്രബന്ധത്തിലാ അല്ലേ? പഴയ ചരിത്രം അറിയത്തില്ലേ? അത്തൻ, ചിത്തിര, ചോതി, വിശാഖം, ഉത്രുട്ടാതി, പൂരുട്ടാതി, തൃക്കേട്ട, പുണർന്നം, ഇങ്ങനെ പല നക്ഷത്രബന്ധങ്ങളിലാണ് ജനിച്ചത്. പക്ഷേ ഞാൻ പറയട്ടെ, നമ്മൾ ക്രിസ്തുവിൽ ജനിച്ചപ്പോൾ, നമ്മൾ ക്രിസ്തുവിലായപ്പോൾ, നമ്മൾ ക്രിസ്തുവിനാൽ എൻഫോൾഡഡ് ആയപ്പോൾ, നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരായപ്പോൾ, പഴയ നക്ഷത്ര ബന്ധങ്ങളെ പോലും കർത്താവ് പൊളിച്ചു കളഞ്ഞെന്ന് ആ വെളിപ്പാടുള്ളവർ ആത്മാവിൽ ഒന്ന് ആരാധിച്ചോ. പോരെ, ശബ്ദമുയർത്തി ഒന്ന് ആരാധിച്ചോ. ആ പഴയ ബന്ധങ്ങൾ ഇപ്പോ ഇല്ലെന്ന്. അതാ ചോദിക്കുന്നത്, കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ? നിനക്ക് പറ്റത്തില്ല. പക്ഷെ കർത്താവ് പറയാ, മോനെ എന്നെ കൊണ്ട് നടക്കുവാടാ. സംഖ്യാക്രമത്തിൽ പേർ ചൊല്ലി വിളിച്ച് ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണത്തിൽ ഉണ്ടാക്കിയത് ഞാന്. ഗ്ലോറി ഗ്ലോറി. പഴയ ബന്ധങ്ങൾ പൊളിഞ്ഞുപോയി, ബന്ധനങ്ങൾ പൊളിഞ്ഞുപോയി. കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാൻ പറ്റത്തില്ല, എനിക്ക് ബന്ധിക്കാം. മകയിരത്തിന്റെ ബന്ധനങ്ങളെ നിനക്കഴിക്കാൻ പറ്റത്തില്ല, എനിക്കഴിക്കാൻ പറ്റും. ഓ സപ്തർഷികളെ മക്കളെ എനിക്ക് നടത്താൻ പറ്റും. ഇന്ന് രാത്രി നാം ആ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത് എന്നുള്ളത് കൊണ്ട്, നമ്മൾ ആ ദൈവത്തിൽ നിന്നുള്ളവരാണ് എന്നുള്ളത് കൊണ്ട് ഇന്ന് രാത്രി ആ വിടുതലിനകത്താണ് നമ്മൾ. പുതിയൊരു ലെഗസി നമുക്കുണ്ടായി. നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരാ. ഉച്ചത്തിൽ നിന്ന് പറ, നമ്മൾ എവിടെ നിന്നുള്ളവരാ?
നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരാ. അടുത്ത ഭാഗങ്ങള് വിശദീകരിക്കാൻ എനിക്ക് നേരം പോരാ, ഞാൻ ഓടിച്ചു പറയാം. ദൈവത്തിൽ നിന്നുള്ളവർ അവരുടെ പ്രത്യേകത, അടുത്ത പ്രത്യേകത പറയാം. അവർക്കൊരു പുതിയ ജീവൻ ലഭിച്ചവരാണ്. അവര് സത്യത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കുന്നവരാണ്. അവർ ലോകത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ടവരാണ്. അവര് വചനവിരുദ്ധതയിൽ നിന്ന് വേറെപ്പെട്ടവരാണ്. അവർ ദൈവശക്തിയാൽ സൂക്ഷിക്കപ്പെടുന്നവരാണ്. അവർ ആത്മാവിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്നവരാണ്. ഇതെല്ലാം വിശദീകരിക്കണം. നിങ്ങൾ വീട്ടിൽ ചെന്ന് പിന്നീട് ഒന്ന് ധ്യാനിച്ചോ. നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. അതിന് രണ്ടാമത്തെ ഒരു പാർട്ടുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. അവരെ ജയിച്ചുമിരിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ളവരുടെ പ്രത്യേകത എന്താ? ജയിക്കും. ഉച്ചത്തിൽ പറ. ദൈവത്തിൽ നിന്നുള്ളവര് എന്ത് ചെയ്യും? ജയിക്കും. ഒന്നുകൂടെ പറ. ദൈവത്തിൽ നിന്നുള്ളവർ പരാജയപ്പെട്ടവരല്ല, ദൈവത്തിൽ നിന്നുള്ളവർ ജയിക്കുന്നവർ. അവിടെ ജയിക്കുക എന്ന് പറയുന്ന പദം ഓവർകം എന്ന പദമാണ്. ഓവർകം ഗ്രീക്കിൽ അത് നിക്കാവോ ആണ്. സത്യത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അത് കേവലം നിക്കാവോ അല്ല, അതിനോട് അല്പം കൂടെ ആഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മറ്റു ചിലയിടങ്ങളിൽ അങ്ങനെ കേവലം ജയിക്കുകയല്ല, കേവലം ഓവർകം ചെയ്യുകയല്ല. ഹല്ലേലൂയ. ഈ പഴയ 210 ഓർമ്മയുണ്ടല്ലോ, പിടികിട്ടില്ല? അതെ 210 കിട്ടിയാലും ചിലർക്ക് മനസ്സിലായി, ചിലർക്ക് മനസ്സിലാവത്തില്ല. 210 കിട്ടിയാലും ജയിച്ചു. 170 കിട്ടിയാൽ മതിയായിരുന്നു. 40 മോഡറേഷന്. സ്വതന്ത്രം. അങ്ങനെ 210 വന്നങ്ങ് ജയിക്കുക. അതും ജയമാണ്. പക്ഷെ ബൈബിൾ മുന്നോട്ട് വെക്കുന്നത് അങ്ങനെ ഒരു ജയമല്ല. ഈ റോമാലേഖനം 8:37 വാക്യത്തിൽ പൂർണ്ണ ജയം നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും. അതാ കേവലം നിക്കാവോ അല്ല, കേവലം ഓവർകം അല്ല. അത് റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പൂർണ്ണ ജയം. വി ആർ മോർ ദാൻ കോൺക്വറേഴ്സ് എന്ന്. ഹൂപ്പർ നിക്കാവോ, അതാ ഹൂപ്പർ നിക്കാവോ. വി ആർ മോർ ദാൻ കോൺക്വറേഴ്സ്. നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരായതുകൊണ്ട് ജയിക്കുക മാത്രമല്ല, മോർ ദാൻ. അതിനെ കൃത്യമായിട്ട് പരിഭാഷപ്പെടുത്തിയാൽ ജയിക്കുന്നവരെക്കാൾ അധികമാണ്. കേവല ജയമല്ല, ഒരു സമ്പൂർണ്ണ ജയമാണ്. അതുകൊണ്ട് ഹൂപ്പർ നിക്കാവോ എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത്. ആമേൻ. വി ആർ മോർ ദാൻ. ശബ്ദം ഉയർത്തി കർത്താവിനെ ആരാധിച്ചാട്ടെ. നമ്മൾ ജയിക്കുന്നവരാ. ഈ ജയിക്കേണ്ട മേഖലകളുണ്ട് കേട്ടോ. വിശദീകരിക്കാൻ നേരെ ഇല്ലാത്തതുകൊണ്ട് ഓടിപ്പോവുക. ജയിക്കേണ്ട മേഖല ഒന്ന് അത് 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ദുഷ്ടനെ ജയിച്ചിരിക്കുക. 2-14 വാക്യം. ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകിയാലും ദൈവത്തിന്റെ വചനം നിങ്ങൾ വസിക്കാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാലും. ഇതിനെ ജയിക്കണം. ഒരാമേൻ പറ. ഇതിനെ ഒന്നുകൂടെ പറ. ഇതിനെ ദൈവത്തിൽ നിന്നുള്ളവർ ഇതിനെ ജയിക്കും. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ആഭിചാരം, മന്ത്രവാദം, പോരാട്ടം, ഇതിനെ ഭയപ്പെടരുത് കേട്ടോ. ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, ഇതിനെ ഭയപ്പെടരുത്. നമ്മൾ ഇതിനെ മൈൻഡ് പോലും ചെയ്യരുത്. കർത്താവ് അതുകൊണ്ടല്ലേ പറഞ്ഞു, ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോട്, ഉച്ചത്തി പറ, അവൻ എന്നോട് ഒരു കാര്യമില്ല. അതാ നമ്മുടെ വെളിപ്പാട്. ഇവൻ അറ്റാക്കുകളൊക്കെ പ്ലാൻ ചെയ്യും, പക്ഷെ ഒരു കാര്യവും നടക്കത്തില്ല. കാരണം നമ്മൾ ക്രിസ്തുവിനാൽ എൻഫോൾഡഡ് ആണ്. പിടികിട്ടുന്നവരുണ്ടെങ്കിൽ ഒരാമേൻ പറഞ്ഞോ. സക്കറിയ പ്രവചനത്തിൽ പറയുന്നത്, യെരൂശലേം മതിലില്ലാതെ തുറന്നു കിടന്നാലും ഞാൻ അതിന് ചുറ്റും തീ. ഇന്ന് രാത്രി കേൾക്ക്, കർത്താവ് നമുക്ക് ചുറ്റും തീമതില കേട്ടോ. കർത്താവ് പിടികിട്ടുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ ഒന്ന് ആരാധിച്ചോ. കർത്താവ് നമുക്ക് ചുറ്റും തീമതിലാണ്. നമ്മൾ ഹോളോ ബ്രിക്സ് കൊണ്ട് മതിൽ കെട്ടുന്നത് കേട്ടിട്ടുണ്ട്, സ്നേഹമതിൽ കെട്ടുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ കർത്താവ് പറയാ, കുഞ്ഞൻ ഞാനിതൊന്നും അല്ലടാ, ഞാൻ തീമതിലാണ്. ഇന്ന് രാത്രി ഒരാവിചാരത്തിനും ഒരു മന്ത്രവാദത്തിനും ഒരു ദുർഭൂത സ്വാധീനങ്ങൾക്ക് കയറാൻ കഴിയാത്ത വിധത്തിൽ എനിക്ക് നിനക്ക് ചുറ്റും എന്റെ ദൈവ തീമതിലാണ്. അതുകൊണ്ട് നമ്മൾ ഭയപ്പെട്ടിരിക്കുന്നവരല്ല. ഇന്ന് രാത്രി ആ മന്ത്രവാദ ഭയം പൊളിയട്ടെ, ആഭിചാര ഭയം പൊളിയട്ടെ. അവ നമ്മളെ ബാധിക്കത്തില്ല. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർ ആത്മാവിലൊന്ന് ആരാധിച്ചോ. ഇന്ന് രാത്രി ഇവിടെ നിങ്ങൾ ആരാധിക്കുമ്പോ മൈലുകൾക്കപ്പുറം നിങ്ങളുടെ വീടിനകത്ത് വലിയ ചലനങ്ങൾ സംഭവിക്കുകയാണ്. നിങ്ങൾ അതിന് പുറത്താണ്. ഇന്ന് രാത്രി അവയുടെ മേൽ ജയത്തിന്റെ പ്രഖ്യാപനങ്ങൾ സംഭവിക്കുന്നു.
ശക്തിയോടെ നിയോഗത്തോടെ കരമടിച്ച് ആത്മനിറവിൽ ആരാധിച്ചാടെ ഈ മേഖലയെ നമ്മൾ ജയിക്കും. കാരണം നമ്മൾ ദൈവത്തിൽ നിന്ന് ഉള്ളവർ ആണ്. എനിക്കറിയാം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്ന അസാധാരണ ദൈവ സാന്നിധ്യമുണ്ട്. പക്ഷേ ഈ മീറ്റിംഗിന്റെ സമയ ക്രമീകരണത്തെ ഞാൻ മാനിക്കുന്നത് കൊണ്ട് ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. ഹല്ലേലൂയ. നമ്മൾ ജയിക്കുന്നവരാണ്. പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ നമുക്ക് അധികാരം തന്നിരിക്കുകയാണ്. അവ ഒരു ദോഷവും വരുത്തത്തില്ല. നമ്മൾ ജയിക്കുന്നവരാണ്. ജയിക്കേണ്ട വേറെ പല മേഖലകളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയും കൂടെ ഞാൻ പറയാം. ലോകം ദൈവത്തിൽ നിന്നുള്ളവൻ ജയിക്കുന്ന ഒന്നാമത്തെ മേഖല പൈശാചിക ലോകമാണ്. 2 ലോകം നമ്മൾ പാടത്തിൽ ലോകം എനിക്ക് വൈരി. സ്തോത്രം. ലോകവുമായിട്ട് ശത്രുത ഉണ്ടാകണം നമുക്ക്. നമ്മൾ ലോകത്തിന്റെ സ്നേഹിതന്മാരായാൽ തീർന്നു. അങ്ങനെയുള്ളവരെ, ലോകസ്നേഹമുള്ളവനെ യാക്കോബ് വിളിക്കുന്നത് വ്യഭിചാരണികളായുള്ളവരെന്ന്. യാക്കോബ് 4:4. അതായത് ഒരു ഭർത്താവുള്ള സ്ത്രീ ഭർത്താവിനെ വിട്ടിട്ട് മറ്റൊരുത്തൻ്റെ പിന്നാലെ പോയാൽ ആ സ്ത്രീയെ ഏത് പേരിൽ വിളിക്കുമോ, അങ്ങനെ ഒരു പുരുഷനാണെങ്കിൽ ആ പുരുഷനെ ഏത് പേര് വിളിക്കുമോ അത് തന്നെയാണ് വിളിക്കുന്നത്. യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ലോകത്തിൻ്റെ പിന്നാലെ പോയാൽ, ആ ലോകമെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ലോകം കോസ്മോസ് എന്ന് പറയുന്ന പദമാണ്. കോസ്മോസ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് എന്ന പ്രഥമാർത്ഥം. എന്നാൽ ബൈബിൾ പറയുന്നത് യൂണിവേഴ്സ് എന്ന ആശയത്തിലല്ല. ബൈബിൾ പറയുന്നത് അൺഗോഡ്ലി ആയിട്ടുള്ള സകലവും ലോകമെന്ന. ഹലോ, അൺഗോഡ്ലി ആയിട്ടുള്ള സകലവും എന്താണ് പറഞ്ഞു? അൺഗോഡ്ലി ആയിട്ടുള്ള സകലവും, സകല ലസ്റ്റുകളും, സകല ഭ്രമങ്ങളും, ആമേൻ, അതെല്ലാം ലോകവുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇന്ന് രാത്രി നമ്മുടെ പ്രബോധം, നമ്മുടെ ഇഷ്ടം, നമ്മുടെ ഹൃദയം, നമ്മുടെ താല്പര്യം, നമ്മുടെ ആ സന്തോഷം, ഇതെല്ലാം കിടക്കുന്നത് ക്രിസ്തുവിനെ ചുറ്റിപ്പറ്റിയാണ്, ലോകത്തിൽ അല്ല. ജയിക്കണം. ഈ അൺഗോഡ്ലി ആയിട്ടുള്ള സകലതിനെയും ജയിക്കണം. ഒന്ന് പറഞ്ഞേ, ജയിക്കണം. സത്യത്തിൽ ജയിച്ചേ പറ്റൂ കേട്ടോ. വെളിപ്പാട് പുസ്തകം നമ്മൾ 2-3 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഈ ജയത്തെക്കുറിച്ച് കുറഞ്ഞത് 7 പ്രാവശ്യമെങ്കിലും പറയുന്നുണ്ട്. അവിടെ ആവർത്തിച്ച് പറയുക, ജയിച്ചേ പറ്റത്തുള്ളൂ. സ്തോത്രം. ഞാൻ ആ റെഫറൻസുകൾ പറയുന്നത് നിങ്ങൾ വായിച്ചാൽ മതി. 7 സഭകൾക്കും ദൂത് എഴുതുമ്പോൾ 7 സഭകളോടും പറയുക, ജയിക്കണം. ജയിക്കുന്നവന് 2ാം മരണത്താൽ ദോഷം വരുത്തത്തില്ല. ജയിക്കുന്നവൻ എന്നോട് കൂടെ പർദീസയിലിരിക്കും. ജയിക്കുന്നവന്റെ പേര് ഞാൻ മായ്ച്ചു കളയത്തില്ല. ജയിച്ചേ പറ്റത്തുള്ളൂ. ജയിക്കുക എന്നുള്ളത് ആവശ്യമല്ല, ജയിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ട് പറ, ജയിക്കണമെന്ന് പറഞ്ഞോ. എന്നാ ജയിക്കണം, ജയിച്ചേ പറ്റൂ. അല്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വൈറ്റ് കോളർ ചിരി, ഒരു പ്ലാസ്റ്റിക് ചിരി മുഖത്ത് ഫിറ്റ് ചെയ്തിട്ട്, ഒരു വെള്ളയൊക്കെ ഇട്ട് ക്ലീൻ ഷേവിംഗ് ചെയ്ത് മാലങ്കമ്മിൽ ഊരി ചർച്ചിനകത്തിരിക്കുന്നത് കൊണ്ട് ജയിച്ചെന്ന് കരുതരുത്. അത് ജയിക്കുന്നു എന്ന് പറയുമ്പോൾ ആത്മീക വിഷയങ്ങളിൽ, ബാഹ്യ വിഷയങ്ങളിൽ, ആന്തരിക വിഷയങ്ങളിൽ ഒരു ജയം സംഭവിച്ചേ പറ്റൂ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചു വിരിക്കുന്നു. കണ്ണുകൾ അടച്ചേ, അതിരങ്ങൾ തുറന്നേ. എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിച്ചേ. വാ തുറക്ക്. കർത്താവിനോട് പറ, ജയിക്കണം. ജയിക്കണമെന്ന് പറ. ഉച്ചത്തിൽ ജയിക്കണമെന്ന് പറ. ജയിക്കണമെന്ന് പറഞ്ഞു. കർത്താവ് എന്നെ ജയിപ്പിക്കണം.